കേരയിൽ കുറ്റിക്കത്തിച്ച് ജനങ്ങളുടെ വിജയാഹ്ലാദം. കേരയിൽ വരും കേട്ടോ. ഈ പ്രഖ്യാപനം കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല. പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ ആ ധാർഷ്ട്യത്തിന്റെ പിൻബലത്തിൽ കേരളത്തിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ച കേരയിൽ പദ്ധതി UDF സർക്കാർ അധികാരത്തിൽ വന്ന് അത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ആ പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ കേരയിൽ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വിജയാഹ്ലാദ പ്രകടനം നടന്നു. കേരളത്തിൻ്റെ സമര രാഷ്ട്രീയ ചരിത്രങ്ങളിൽ തങ്കലിവകളിൽ കുറിച്ചു ചേർക്കാവുന്ന ഒരു സമരമായിരുന്നു കേരയിൽ സമരം എന്ന് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗീവർഗീസ് മാർ കൂറിലോസ് എന്ന മെത്രാൻ പറയുകയുണ്ടായി. ശരിയാണ്, കഴിഞ്ഞ 6.5 വർഷം കേരളത്തിലെ ആയിരക്കണക്കിന് ജനങ്ങൾ ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു. ഈ പദ്ധതി കൊണ്ട് ദോഷമുണ്ടായേക്കാവുന്ന ഏതാണ്ട് 2-3 ലക്ഷത്തോളം ജനങ്ങൾ ഈ സർക്കാരിനെതിരെ വിധി എഴുതി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തുകൊണ്ടാണ് ഈ പിണറായി സർക്കാർ കേരയിൽ പദ്ധതി നടപ്പിലാക്കിയേ അടങ്ങൂ എന്ന് നാം മനസ്സിലാക്കണം. ഈ പദ്ധതി ഏതാണ്ട് 65,000 കോടി രൂപ മുതൽ മുടക്കി നടത്തുന്ന ഒരു പരിപാടിയാണ്. പ്രകാരം ഒരു പരിപാടി നടത്തുമ്പോൾ 65,000 കോടിയാണ് മുതൽ മുടക്ക് എന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഇതിൻ്റെ എത്രയോ മടങ്ങ് മുന്നോട്ട് പോകും. ആയിരക്കണക്കിന് കോടി രൂപ വെട്ടുവാൻ പറ്റാവുന്ന ഒരു വെള്ളാനയായി മാറാവുന്ന ഒരു പദ്ധതിയായിരുന്നു ഇത്. എന്തിനു വേണ്ടി? ഈ കേരയിൽ പദ്ധതി എന്താണെന്ന് നാം മനസ്സിലാക്കണം. കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ ഏതാണ്ട് 529 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാം എന്ന പ്രത്യേകതയുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇത് വിഭാവനം ചെയ്യപ്പെട്ടത്. കേരള സർക്കാരും കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും ചേർന്ന് രൂപീകരിക്കുന്ന കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഇതിൻ്റെ ചുമതല. ഇപ്രകാരം ഒരു ബോഡി ഉണ്ടാക്കി കേരയിൽ പദ്ധതി നടപ്പിലാക്കുക എന്നതായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്. ഏതാണ്ട് 11 ജില്ലകളിൽ കൂടി കടന്നു പോകുന്ന ഈ കേരയിൽ ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകളുടെ പാർപ്പിടം നഷ്ടപ്പെടും. അതുപോലെ തന്നെ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ഭാരം ഇതുണ്ടാക്കും. കാര്യമായ പാരിസ്ഥിതിക പഠനമോ ഫീസിബിലിറ്റി സ്റ്റഡിയോ ഒന്നും നടത്താതെ നടത്തുന്ന ഈ പദ്ധതി കൊണ്ട് കേരളത്തിന് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഇതിന് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്രകാരമൊക്കെയുള്ള ആശങ്കകൾ കൊണ്ടാണ് സാമൂഹികമായും രാഷ്ട്രീയമായും ഒക്കെ വലിയ പ്രതിഷേധങ്ങൾ ഈ പദ്ധതിക്കെതിരെ കേരളത്തിൽ ഉണ്ടായത്. എന്തുതന്നെയായാലും കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 6.5 കൊല്ലം വളരെയേറെ അനുഭവിച്ചു. എന്ത് വില കൊടുത്തും ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ സർക്കാർ നടത്തിയ തേർവാഴ്ചകൾ ആയിരക്കണക്കിന് ജനങ്ങൾ പല നിയമ നടപടികൾക്കും പോലീസ് വേട്ടയാടലുകൾക്കും ഒക്കെ ഇരയായി. ഇന്നവർ അത് ആ കുറ്റി, ആ പ്രതീകാത്മകമായ ആ മഞ്ഞക്കുറ്റി സെക്രട്ടേറിയറ്റ് മുന്നിൽ കത്തിച്ച് അവർ ഇതിൻ്റെ വിജയം ആഘോഷിച്ചു. ഇന്ന് നടന്ന ആ വിജയാഹ്ലാദ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗീവർഗീസ് മാർ കൂറിലോസ് നടത്തിയ ആ പ്രസംഗം നമുക്കൊന്ന് കാണാം. കേരളം ഇന്നിവിടെ എത്തി നിൽക്കുന്നത് സമരങ്ങളുടെ പരമ്പരകളിൽ കൂടെയാണ്. കേരളം വേണോ, ദുരന്തപൂർണമായ വികസനം വേണോ എന്നുള്ള ചോദ്യത്തിന് കേരളം മതി എന്ന് ജനങ്ങൾ ഉത്തരം നൽകിയതിൻ്റെ വിജയമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ കേരളത്തിൻ്റെ ശരീരശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചത്, കേരളത്തിൻ്റെ അനാറ്റമിയെക്കുറിച്ച് പഠിച്ചത് ഇങ്ങനെയാണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം, ഇതാണ് കേരളം. ഇന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു അനാറ്റമിയുമായിട്ട് റെസൊണേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കണം. എവിടെയാണ് നമ്മുടെ മലനാടുകൾ? വികസനത്തിന്റെ പേരിൽ മലകളെല്ലാം ഇടിച്ചു നിരത്തി മലനാടില്ലാതെയായി. എവിടെയാണ് ഇടനാട്? കോൺക്രീറ്റ് കൂമ്പാരങ്ങൾ കൊണ്ട്, കോൺക്രീറ്റ് വനങ്ങൾ കൊണ്ട് ഇടനാടുകളെല്ലാം നമ്മൾ ഇല്ലാതെയാക്കി. എവിടെയാണ് തീരം, തീരപ്രദേശം? വികസനത്തിന്റെ പേരിൽ തീരങ്ങളെല്ലാം ശുഷ്കിച്ചുപോയി, ശോഷിച്ചുപോയി എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തികച്ചും അസ്ഥിവഞ്ചരമായ ഒരു സ്കെലിറ്റനായി നമ്മുടെ കേരളത്തിന്റെ അനാറ്റമി മാറിയെങ്കിൽ ഭാവി വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, സാധാരണ മനുഷ്യരുടെ അതിജീവനവും
ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പും പരിഗണിച്ചല്ലാതെ മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന് നമ്മളെപ്പോലെയുള്ളവർ എത്രമാത്രം ശക്തമായ ഭാഷയിൽ ആവർത്തിച്ച് ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷെ അതൊന്നും കേൾക്കാതെ ലാഭമെന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പരിസ്ഥിതി വിനാശമൊന്നും ഗവനിക്കാതെ സാധാരണക്കാരുടെ അതിജീവന പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് വികസനം എന്ന പേരിൽ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഇത്തരം പ്രോജക്റ്റുകൾ അത് എത്തേണ്ടടുത്ത് എത്തി എന്നുള്ളതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. മെട്രോമാൻ ഇ ശ്രീധരനടക്കം ഈ പദ്ധതിക്കെതിരെ ശബ്ദമുയർത്തിയിരുന്നു. കേരളത്തിന് അതിവേഗ റെയിൽ ആവശ്യമാണ്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ 4 മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ 3 മണിക്കൂർ കൊണ്ടോ എത്താവുന്ന പദ്ധതികൾ വളരെ നല്ലതാണ്. പക്ഷേ അതിൻ്റെ പാരിസ്ഥിതിക പ്രത്യാഘാതം എന്തായിരിക്കും, അതിൻ്റെ ഫീസിബിലിറ്റി എന്താണ്, അതുകൊണ്ട് മറ്റെന്തെങ്കിലും പ്രത്യാഘാതം ഉണ്ടാവുമോ, അതിനെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായി എങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള സമഗ്രമായ ഒരു പദ്ധതിയും DPRും ഒക്കെ തയ്യാറാക്കിയ ശേഷം മാത്രമേ ഇപ്രകാരം ഒരു പദ്ധതിയിലേക്ക് വെഞ്ചർ ചെയ്യാമൂ. എന്നാൽ യാതൊരു മുന്നൊരുക്കവും കൂടാതെ ജനങ്ങളെ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമൊക്കെ മനസ്സിലാക്കിക്കാതെ തിടുക്കപ്പെട്ട് നടത്തിയ ഈ പദ്ധതിയെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ടായതിൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. വരും ദിവസങ്ങളിൽ ഇപ്രകാരമുള്ള പദ്ധതികൾ ഒരുപക്ഷെ വന്നേക്കാം. നമുക്ക് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവശ്യമാണ്. പക്ഷേ അത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം, അത് സുതാര്യതമാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വമ്പിച്ച ജനകീയ പ്രക്ഷോഭത്തിന് ഇരയാവും, അത് ഭരണകൂടത്തെ വലിച്ചെറിയുവാനും കാരണമാകും എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് കേരയിൽ പദ്ധതി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.